ഇനി 13ാമത്തെ ടേം കണ്ടുപിടിക്കണം. 23ാമത്തെ ടേമും കണ്ടുപിടിക്കണം. കണ്ടല്ലോ, ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 4 ആയിരുന്നു. എ കിട്ടി. ഫസ്റ്റ് ടേം 7ഉം കിട്ടി. ഈ 2 കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ദാ T13 എഴുതാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനായ അതിൻ്റെ ആൻസറാണ്. T13 എഴുതാനായിട്ട് ഞാൻ പറഞ്ഞു എ പ്ലസ് 13 ആണെങ്കിൽ എന്ത് എഴുതണം? ഒന്ന് കുറച്ചെഴുതുക, 12D. ദാ എയുടെ വാല്യൂ എത്ര? 7. 7 പ്ലസ് 12 ഇൻറ്റു 4. നോക്കി, 12 ഇൻറ്റു 4 എത്രയാണെന്ന് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയുന്ന കുട്ടികൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. അല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് എളുപ്പമാണ്. നിങ്ങൾ ഗുണിക്കുക പോലും ചെയ്യേണ്ട. 4 കൊണ്ട് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8. 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4. കഴിഞ്ഞു. ദാ ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. 48ൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. 48ൻ്റെ കൂടെ 2 അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 50. 50യുടെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 55. എളുപ്പമാണേ. അത് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ ചെയ്യുക. ഈ T23 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 23ാമത്തെ ടേം എ പ്ലസ് 23 ആകുമ്പോൾ നിങ്ങൾ 22 എഴുതുക. 22D. അപ്പം 7 പ്ലസ് 22 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? 4. 7 പ്ലസ് 22 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഇൻറ്റു 2 8. 4 ഇൻറ്റു 2 8. കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടി 95. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം എ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് ഡി കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? എയും ഡിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടേമുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. എയും ഡിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. എയും ഡിയും ഇഷ്ടത്തിന് എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ട് എയും ഡി അത് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റത്തില്ല. എയ്ക്കും ഡിക്കും അതിൻ്റേതായ രീതികളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ.